തൻ്റെ മുൻ കാമുകരിൽ നിന്ന് നേരിടേണ്ടി വന്ന ക്രൂരത, നാർസിസ്റ്റിക് അബ്യൂസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്ത അനുപമ പരമേശ്വരൻ്റെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. പലരും അനുപമയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടെത്തി, അനുപമ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടെത്തി, അനുപമയ്ക്ക് ഇഷ്ടം പോലെ സ്നേഹം വാരിക്കോരി നൽകുകയും ചെയ്തു. അതിനിടയിൽ ധ്രുവ് വിക്രമിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മാറുകയും ചെയ്തു. ധ്രുവ് ഒരു നാർസിസ്റ്റിക് ആണോ, ഇങ്ങനെയാണോ ഒരു റിലേഷൻഷിപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്, എന്തുകൊണ്ട് ധ്രുവ് മറുപടി പറയുന്നില്ല ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വന്നു. അനുപമ ഇത് തുറന്നു പറയുന്നത് ഏകദേശം ഒരാഴ്ച ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. ആ ഒരാഴ്ചക്കിടയിൽ ഇപ്പോഴിതാ ധ്രുവ് തൻ്റെ ഭാഗം തുറന്നു പറയുകയാണ്. ഇന്ത്യ ടുഡേ നടത്തിയ റൗണ്ട് ടേബിളിലാണ് ധ്രുവിൻ്റെ ഈ വെളിപ്പെടുത്തൽ വരുന്നത്. പക്ഷേ ഇതൊരിക്കലും ഒരു ഡയറക്റ്റായിട്ട് അനുപമ പരമേശ്വരനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമല്ല എന്നതും കൂടി ഇവിടെ വ്യക്തമാക്കട്ടെ. ധ്രുവ് പറഞ്ഞതിനകത്ത് വളരെ എന്താ പറയുക, ഫ്രെയിം വർക്ക് ചെയ്ത ഒരു മറുപടി ആയിട്ടാണ് കിട്ടിയത്. അതായത് സ്പോണ്ടേനിയസ് അല്ലാതെ ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം മറുപടി എന്ന് പഠിച്ച് പറയുന്ന രീതിയിൽ ധ്രുവ് വിക്രമിൻ്റെ മറുപടിയും ബോഡി ലാംഗ്വേജും കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതായത് ഇങ്ങനെയാണ്: വ്യക്തിജീവിതത്തിൽ കുറിച്ചുള്ള കടന്നുകയറ്റങ്ങളും അത് ചോദ്യം ചെയ്യപ്പെടുന്നതുമൊക്കെ ബാധിച്ചിട്ടില്ല എന്നൊരിക്കലും പറയുന്നില്ല, അത് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ സത്യം നമ്മളോടൊപ്പമാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക, തങ്ങളെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് തൻ്റെ നിലപാടെന്നുമാണ് ധ്രുവ് വിക്രം പറഞ്ഞത്. ഈ മൂന്ന് വാചകത്തിൽ ധ്രുവ് ആ കാര്യങ്ങൾ വ്യക്തമാക്കി ചെയ്തിട്ടുണ്ട് എന്നാണ് തന്നെ പറയാൻ. തനിക്ക് എഡിറ്റിംഗ് ഇഷ്ടമാണ്, തനിക്ക് അച്ഛൻ്റെയും ചുറ്റുമുള്ള ആളുകളുടെയും ഒക്കെ വീഡിയോകൾ എഡിറ്റ് ചെയ്യുക, അത് ഫോക്കസ് ചെയ്യുക, അത് പോർട്രേ ചെയ്യുക, അത് ഷൂട്ട് ചെയ്യുക, ഇതൊക്കെ തനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് ധ്രുവ് പറയുമ്പോൾ ഈ ആദ്യത്തെ 3 സെൻറ്റൻസുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അനുപമ പരമേശ്വരൻ നൽകിയ അഭിമുഖത്തിൽ 2 ഭാഗങ്ങളിലായിട്ട് തനിക്ക് നേരിടേണ്ടി വന്ന അബ്യൂസുകളെ കുറിച്ച് തുറന്നു പറയുമ്പോൾ അനുപമ അത് വളരെ ശക്തമായിട്ട് കൃത്യമായി ഫ്രെയിം ചെയ്തുകൊണ്ട് തനിക്ക് നേരിടേണ്ടി വന്ന അബ്യൂസുകളെ കുറിച്ച് തുറന്നു പറഞ്ഞൊരു അവബോധം പല പെൺകുട്ടികൾക്കിടയിലും ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ധ്രുവ് അതിനൊരു അക്ഷരം പറയാതെയാണ്, ഒരു അക്ഷരവും മറുപടി കൊടുത്തിട്ടില്ല. കാരണം ധ്രുവ് എന്നൊരു വാക്ക് അനുപമ പരമേശ്വരൻ പറഞ്ഞില്ല എങ്കിൽ പോലും അനുപമയും ധ്രുവും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സമയത്ത് തനിക്ക് കടന്നു പോകേണ്ടി വന്ന അബ്യൂസുകളെ കുറിച്ച് അനുപമ ഓരോ തവണ പറയുകയും ചെയ്യുന്നു. പർദ്ദ എന്ന സിനിമയിൽ അതിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കിടയിൽ തനിക്ക് പൊട്ടിക്കരേണ്ടി വന്ന സ്ഥിതി അത് ആ സിനിമയുടെ ആ ഇൻസിഡൻറ്റ് കൊണ്ടല്ല, തനിക്ക് ആ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് സ്ലട്ട് ഷേമിംഗ് വരെ നേരിടേണ്ടി വന്നു എന്ന് പറയുന്നൊരു സാഹചര്യം അനുപമ പറയുമ്പോൾ ആ ഒരു ഭീകരമായ സിറ്റുവേഷൻ, അത്രയും മോശമായൊരവസ്ഥ അനുപമ കടന്നുപോയി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സ്റ്റാർ എന്നോ സാധാരണക്കാരെന്നോ ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ കടന്നു പോകേണ്ടി വന്നാൽ ആർക്കും ബ്രേക്ക് ഡൗൺ ആയി പോകുമെന്നതിൻ്റെ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ളൊരു കാര്യം അനുപമ അത് തുറന്നു പറയുകയും ചെയ്യുമ്പോൾ പല പെൺകുട്ടികളും ഇപ്പോഴും അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ അതാണ് എന്ന് പലർക്കും റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ വരെ അനുപമയുടെ ആ ഒരു തുറന്നു പറച്ചിൽ മാറി. പക്ഷേ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അനുപമ ധ്രുവ് വിക്രം എന്നൊരു പേര് ഒരു ഘട്ടത്തിൽ പോലും ഈ അഭിമുഖത്തിൽ പറഞ്ഞിട്ടില്ല. തനിക്ക് നേരിടേണ്ടി വന്ന ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പുറത്ത് വന്നപ്പോൾ ഉണ്ടായ സിറ്റുവേഷൻ ധ്രുവ് എന്ന് പറയാതെ തന്നെ അമ്പി, റെമോ, അന്യൻ എന്ന പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ധ്രുവിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലേക്ക് അനുപമ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എടുക്കുന്നുണ്ട് എന്നത് വേണം തന്നെ പറയാൻ. അതായത് അതും കൃത്യമായി സ്ട്രക്ചർ ചെയ്ത് എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് അനുപമ പറയുന്നുണ്ട്. മാത്രമല്ല ചില കാര്യങ്ങൾ അനുപമ പറയാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ചില വ്യക്തിപരമായ കാര്യങ്ങൾ അത് ഞാൻ പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ സിറ്റുവേഷൻ തന്നെ ഒഴിവാക്കാൻ അനുപമ ശ്രമിക്കുന്നുണ്ട്. ഒരാളെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കാതെ തനിക്ക് നേരിടേണ്ടി വന്ന സിറ്റുവേഷനുകളെ കുറിച്ച് സംസാരിക്കാൻ അനുപമ കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് സംസാരിച്ചത്. ഇന്നയാൾക്ക് ഇതുപോലൊരു ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനൊരു കാര്യമാണ് ചെയ്യുന്നത്, അത് അയാൾക്കൊരു തോന്നൽ ഉണ്ടാകുന്നില്ല, കാരണം അങ്ങനെയുള്ളവരാണ് നാർസിസ്റ്റിക് എന്ന് പറയുമ്പോൾ അത് അവരെ കുറ്റപ്പെടുത്തുക മാത്രമല്ല, അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് മാത്രമല്ല ചെയ്യുന്നത്, തനിക്ക് ആ അബ്യൂസുകൾ കടന്നു പോകേണ്ടി വന്ന സിറ്റുവേഷൻ പറഞ്ഞുകൊണ്ട് ഇത് കേൾക്കുന്ന പുതിയ ആളുകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾ അവരും കടന്നു പോകുന്നത് ഒരു പക്ഷേ ഇതുപോലൊരു റിലേഷൻഷിപ്പിലായിരിക്കാം, അവർക്കത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു അനുപമ പരമേശ്വരനെയാണ് നമ്മൾ ആ അഭിമുഖത്തിൽ കണ്ടത്. അപ്പോൾ മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അതായത് അപ്പോൾ മുതൽ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ചയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മുതൽ തന്നെ ധ്രുവ് വിക്രമിൻ്റെ മറുപടി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊന്നും ലഭിക്കാതിരുന്ന മറുപടി, ഒരു പക്ഷേ ധ്രുവിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, ഒരു കടൽ തീരത്ത് വെറുതെ ഇരിക്കുന്ന ഒരു സ്റ്റോറിക്ക് പോലും സൈലൻസ് ആണ് അതിന് മറുപടി എന്ന് പറയുന്ന രീതിയിൽ, പറയാതെ പറയുന്ന രീതിയിൽ, അത് കൊണോട്ട് ചെയ്യുന്ന രീതിയിൽ ഉൾപ്പെടെ നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇതുപോലൊരു അബ്യൂസുമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് തൻ്റെ ഐഡൻറ്റിറ്റിയെ വരെ തന്നെ ആ പാർട്ട്ണർ കളഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ഒരു റിലേഷൻഷിപ്പിൻ്റെ ടോക്സിസിറ്റിയേക്കാൾ ഉപരി നാർസിസ്റ്റിക് പീപ്പിൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ അബ്യൂസ് ചെയ്യാമെന്ന് പറയുന്ന രീതിയിൽ അനുപമ അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കുമ്പോഴാണ് ധ്രുവിൻ്റെ മറുപടി സ്വാഭാവികമായിട്ടും ആളുകൾ തിരക്കുകയും ചെയ്തത്. കാരണം ഇത്രയും വലിയൊരു അലിഗേഷൻ വരുമ്പോൾ സമയത്ത് ധ്രുവ് എന്തുകൊണ്ട് അത് ഡിഫെൻഡ് ചെയ്യുന്നില്ല, ധ്രുവ് എന്തുകൊണ്ട് അതിന് മറുപടി പറയുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കഥയുടെ 2 ഭാഗം കേൾക്കണമെന്ന് ആളുകൾ പറയുമ്പോൾ
ധ്രുവിൻ്റെ വാ ആരും മൂടിക്കെട്ടിട്ടില്ല, ധ്രുവിനെ തുറന്ന് പറയാം എന്നൊരു സിറ്റുവേഷനും അവിടെയുണ്ട്. അത് ധ്രുവ് എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായി. ആ യൂട്ടിലൈസേഷന് മറുപടി ആയിട്ടാണ് സ്വാഭാവികമായിട്ട് ഇതൊരു റൗണ്ട് ടേബിളിൽ പങ്കെടുക്കുമ്പോൾ ഈ സിറ്റുവേഷൻസ് ഒരാഴ്ച മാത്രമായിട്ട് നിന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ധ്രുവിലേക്ക് ചോദ്യം വരുമെന്നും ധ്രുവിന് നന്നായിട്ടറിയാം. കാരണം മീഡിയയെ കാണുന്ന ആദ്യത്തെ വ്യക്തിയൊന്നുമല്ല ധ്രുവ് ആദ്യമായിട്ടല്ല മീഡിയയെ കാണുന്നതും. തിരിച്ചും തൻ്റെ പിതാവ് ഒരു നടനാണ്, ഏതൊക്കെ രീതിയിൽ മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് ധ്രുവിന് നന്നായിട്ടറിയാം. കൃത്യമായ ഹോംവർക്ക്, ഏത് രീതിയിൽ എവിടെ മറുപടി പറയണം, എവിടെ ആ പോയിന്റ് വെക്കണമെന്നും ധ്രുവിന് വ്യക്തമായിട്ടറിയാവുന്ന സാഹചര്യം. അത് ധ്രുവ് കഴിഞ്ഞ ദിവസം ആ മറുപടി പറയുകയും ചെയ്തു. പക്ഷേ ആളുകൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇങ്ങനൊരു മറുപടിയിലേക്ക് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അതൊരു റെസ്പെക്ട്ഫുൾ മറുപടിയാണോ, അല്ലെങ്കിൽ ഇതാണോ ഇതിനുള്ള മറുപടി എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുന്നുമുണ്ട്. എന്തായാലും ഇതിനുള്ളൊരു മറുപടി ധ്രുവ് പറയുന്ന സ്ഥിതിക്ക് അത് ഈ വാക്കുകളിലായിട്ട് ചുരുക്കുന്ന നിമിഷത്തിൽ ധ്രുവ് അനുഭവിച്ച പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടെങ്കിൽ അതെന്താണെന്നും കൂടി തുറന്നു പറയണം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചോദിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഒരു ഭാഗത്ത് അനുപമ അവരുടെ ഹീലിംഗ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് അവർ കൃത്യമായി മാധ്യമങ്ങളോട് മുന്നിൽ വന്ന് സംസാരിച്ച് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് അത് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി സിനിമ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നാളെ ഞാൻ 0-ൽ നിന്ന് തുടങ്ങിയാണ് തിരികെ 0-ലേക്ക് പോകാനും എനിക്ക് ഒരു പേടിയുമില്ല. പക്ഷെ ഞാനിത് തുറന്നു പറയുന്നതിൻ്റെ സാഹചര്യം എന്നെപ്പോലെ അനുഭവിക്കുന്ന പല സ്ത്രീകളും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു എൻലൈറ്റ്മെൻറ്റ് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോഴേക്കും അത് അവിടെ കൃത്യമാണ്, അവിടെ വ്യക്തവുമാണ്. അതുപോലെ തന്നെ പക്ഷേ ധ്രുവ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അത് താൻ കൂടുതൽ അതിൽ ഫോക്കസ്ഡ് ആവുന്നില്ല എന്നുള്ള മറുപടിയിൽ ഒതുക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.